ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കുറേ ആയില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാം കേട്ടോ, മുളകച്ചാർ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം, പക്ഷേ ഇതെൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞതാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു, ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കേട്ടോ. അത് ഏകദേശം ഒരു മുരിഞ്ഞ് വരുമ്പോൾ നമ്മളെടുത്ത് വെച്ച പച്ചമുളക് തോനൊന്നും വേണ്ട, ഒരു 10-12 എണ്ണം. കുറച്ച് എരിവുള്ള മുളകായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ആ മുളകൊന്ന് നല്ല വാടണം. അതായത് നമ്മൾ ഏകദേശം മുളക് മേത്തൊക്കെ പൊട്ടിത്തെറിക്കുമല്ലേ, ആ ഒരു പരുവാകുമ്പം മുളക് പാകമായി എന്നാണ് കേട്ടോ അർത്ഥം. കണ്ടില്ലേ, ഇതുപോലെ ആവണം. പിന്നെ നമ്മളതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് അച്ചാറും പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. പിന്നെ നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ ഒഴിക്കാൻ പോണത്. ഏകദേശം ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു വലിയ ശർക്കര. ഇനി ഈ ശർക്കര വെള്ളത്തിൽ കിടന്ന് അലിഞ്ഞ് വറ്റി വരണം കേട്ടോ, നന്നായിട്ട് വറ്റി വരണം. ആ മധുരം ഉപ്പും പുളിയൊക്കെ അതിൽ മൊത്തത്തിലൊന്ന് യോജിച്ച് വരണം. അടച്ച് വയ്ക്കൊന്നും വേണ്ട കേട്ടോ, തുറന്ന് വെച്ചാൽ മതി. പിന്നെ അത് കുറുകി വന്നോളും. ഒരു ബ്ലാക്ക് കളറാവുമ്പോൾ ഏകദേശം നമ്മുടെ മുളകച്ചാർ റെഡി. നല്ല ടേസ്റ്റാണ് കേട്ടോ, ചോറിനും ചപ്പാത്തിക്കൊക്കെ നമുക്കിത് കൂട്ടി കഴിക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കരിവേപ്പ് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ. ചിലർ ഇതിൽ തക്കാളിയൊക്കെ ഇടും, പക്ഷേ ഇത് വേണ്ട കേട്ടോ.